പ്രത്യേക റിക്രൂട്ട്മെന്റിലൂടെ നിയമനം ലഭിച്ച വനാശ്രിത ഗോത്രവർഗ വിഭാഗക്കാരായ BFOമാരുടെ പേര് ഡ്യൂട്ടി രജിസ്റ്ററിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എന്ന് രേഖപ്പെടുത്തരുതെന്ന് വനം വകുപ്പ് അഡീഷണൽ ചീഫ് കൺസർവേറ്ററുടെ ഉത്തരവ്. കേരള ഉള്ളാട മഹാസഭ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി NR മോഹനൻ സംസ്ഥാന ഗോത്രവർഗ കമ്മീഷന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ഗോത്രവർഗ കമ്മീഷൻ വനം വകുപ്പിനോട് വിശദീകരണവും തേടിയിരുന്നു. സംസ്ഥാന ഗോത്രവർഗ കമ്മീഷന് പരാതി നൽകുകയും ചെയ്തിരുന്നു. തുടർന്ന് ചീഫ് സെക്രട്ടറിയോട് കമ്മീഷൻ വിശദീകരണം തേടി. ഇതിന് തൊട്ടു പിന്നാലെയാണ് വനംവകുപ്പിന്റെ ഉത്തരവ് ഇറങ്ങിയത്. എന്നാൽ വനംവകുപ്പിൽ നിന്ന് ഇവർ നേരിടുന്ന മറ്റ് പ്രശ്നങ്ങൾക്ക് ഇതുവരെയും ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. 2022 ആലപ്പുഴ ഒഴികെയുള്ള 13 ജില്ലകളിൽ നിന്ന് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പ്രകാരം ഗോത്രവർഗ വിഭാഗക്കാരായ 500 യുവാക്കളെ BFOമാരായി നിയമിച്ചത്. വനംവകുപ്പിന്റെയും PSCയുടെയും നേതൃത്വത്തിൽ എഴുത്തു പരീക്ഷയും കായികക്ഷമതാ പരീക്ഷയും നടത്തി എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചായിരുന്നു നിയമനം നടത്തിയത്. ഇവരുടെ സേവന വേതന വ്യവസ്ഥകൾ, സ്ഥലം മാറ്റം, ഉദ്യോഗ കയറ്റം, സമയബന്ധിതമായ ഗ്രേഡ് തുടങ്ങി എല്ലാ അവകാശങ്ങളും നിലവിലുള്ള BFOമാർക്ക് തത്തുല്യമായിരിക്കുമെന്നാണ് സർക്കാർ ഉത്തരവിൽ പറയുന്നത്. സാധാരണ പരമാവധി 2 വർഷത്തിനുള്ളിൽ പ്രൊമോഷന് ഡിക്ലെയർ ചെയ്യേണ്ടതാണ്. എന്നാൽ ഇവരുടെ കാര്യത്തിൽ അതും ഉണ്ടായില്ല. ഇത് പ്രകാരം അർഹമായ സ്ഥലം മാറ്റം, സ്ഥാനക്കയറ്റം, ഗ്രേഡ് നിർണയം തുടങ്ങിയ കാര്യങ്ങളിലൊന്നും ഇതുവരെ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. ഇവർക്ക് നിയമനം കിട്ടിയ ഓഫീസുകളുടെ ഡ്യൂട്ടി ക്രമപ്പെടുത്തൽ രേഖകളിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എന്നാണ് രേഖപ്പെടുത്തിയത്. ഇതോടെ ഇവർ ജാതി വിവേചനം നേരിടുന്നതായും സർക്കാർ ഉത്തരവിന്റെ ലംഘനമാണെന്നും പരാതി ഉയർന്നു. ഇടുക്കി വിഷൻ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയും കേരള ഉള്ളാട മഹാസഭ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ജോയിന്റ് സെക്രട്ടറി NR മോഹനൻ പരാതി നൽകുകയായിരുന്നു. ജനറൽ ഡ്യൂട്ടി രജിസ്റ്ററിൽ പ്രത്യേകം കോളത്തിൽ SR എന്ന് ചേർക്കുന്നു എന്ന പരാതിയിൽ ഇപ്പോൾ തീരുമാനമായിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് വെരിഫിക്കേഷൻ പൂർത്തിയാക്കി പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യണമെന്നും മറ്റ് BFOമാർക്കുള്ള എല്ലാ അവകാശങ്ങളും ഈ 500 ഉദ്യോഗസ്ഥന്മാർക്കും നൽകണമെന്നും കേരള ഉള്ളാട മഹാസഭ സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെടുകയും ചെയ്തു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.